ചേലക്കര മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. ഇടത് സർക്കാരിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കും ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും ഫ്രാൻസിസ് ജോർജ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ നാടക കലാകാരൻ ജോസ് പായമ്മലിന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സംസ്കാരം പോലീസ് ബഹുമതികളോടെ നടന്നു. ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം കയ്പമംഗലത്ത് അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായത്. കയ്പമംഗലം സ്വദേശിയിൽ നിന്ന് 46 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. കഥകളി വേഷത്തെ മോശമായ ചിത്രങ്ങളിലൂടെ ഓൺലൈൻ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കലാമണ്ഡലവും കലാകാരന്മാരും രംഗത്ത്. കുറ്റക്കാർക്കെതിരെ സൈബർ സെല്ലിനെ സമീപിക്കാനൊരുങ്ങി കലാമണ്ഡലം. അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഫിഷറീസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസും സമരക്കാരും തമ്മിൽ ബലപ്രയോഗം നടന്നു. ദേശീയപാത ചാലക്കുടി കൊരട്ടി മേഖലയിൽ അടിപ്പാത നിർമ്മാണത്തിൽ ജനങ്ങൾക്ക് ആശങ്ക. സർവീസ് റോഡുകളുടെയും കാനകളുടെയും അശാസ്ത്രീയ നിർമ്മാണമാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. വാർത്തകൾ വിശദമായി. ചേലക്കര മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP. കോട്ടയം MPയായി തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് ജോർജിന് കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേലക്കര മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി UDF മുന്നോട്ടു പോവുകയാണെന്നും കർഷകദ്രോഹ നടപടികളും ജനദ്രോഹ നയങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ഇടത് സർക്കാരിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കും. ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണൻ, കേരള കോൺഗ്രസ് ഉന്നത അധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ നാടക കലാകാരൻ ജോസ് പായമ്മലിന് സാംസ്കാരിക നഗരി വീട് നൽകി. പോലീസ് ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ആറ് പതിറ്റാണ്ടിലേറെ കാലം നടനായും സംവിധായകനായും തിരക്കഥാകൃത്തായും നിറഞ്ഞുനിന്ന അനുഗ്രഹീത കലാകാരനായിരുന്ന ജോസ് പായമ്മലിന് സാംസ്കാരിക നഗരി അന്ത്യാഞ്ജലി അർപ്പിച്ചു. വളർക്കാവിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി അന്തിമോപചാരം അർപ്പിച്ചു. ജോസ് പായമ്മൽ കേരളത്തിൻ്റെ നാടകരംഗത്ത് ഹാപ്പനിംഗ് തിയേറ്റർ സൃഷ്ടിച്ച കലാകാരനായിരുന്നുവെന്ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിനകത്തും പുറത്തുമായി 10,000-ലേറെ വേദികളിൽ വിവിധ വേഷങ്ങൾ അവതരിപ്പിച്ച ജോസ് പായമ്മൽ അമേച്ചർ നാടകങ്ങളിലും കാർണിവൽ നാടകവേദികളിലും നിറസാന്നിധ്യമായിരുന്നു. TG രവി, കലാമണ്ഡലം ക്ഷേമാവതി തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നെല്ലിക്കുന്ന് സെൻറ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സംസ്കാരം നടന്നു. നിമിഷ നാടകങ്ങളുടെ ശില്പിയായ ജോസ് പായമ്മൽ പുതുതലമുറയിലെ കലാപ്രവർത്തകർക്ക് എന്നും ജ്വലിക്കുന്ന ഓർമ്മയാകും. TCV ന്യൂസ്, തൃശൂർ. സിനിമകൾക്ക് റിവ്യൂ ചെയ്ത് ലാഭം നേടാം എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ 46 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശികളായ അബ്ദുൾ അയ്യൂബ്, ഷിനാജ്, അസ്ലം, തിരുവനന്തപുരം സ്വദേശി ഷഫീർ എന്നിവരാണ് പിടിയിലായത്. കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാന്റെ നേതൃത്വത്തിൽ SI KS സൂരജ്, സീനിയർ CPOമാരായ CV സുനിൽകുമാർ, TS ജ്യോതിഷ്, CPOമാരായ TK സൂരജ്, പ്രവീൺ ഭാസ്കർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമായി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പല ആളുകളുടെ പേരിലെടുത്ത 18ഓളം ATM കാർഡുകൾ ഇവരിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കയ്പമംഗലം സ്വദേശിയുടെ പണമാണ് പ്രതികൾ തട്ടിയെടുത്തത്. തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കഥകളി വേഷത്തെ കളിയാക്കും വിധമുള്ള ചിത്രങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കലാമണ്ഡലവും കലാകാരന്മാരും രംഗത്ത്. സൈബർ സെല്ലിനെ സമീപിക്കാൻ തയ്യാറെടുത്ത് കലാമണ്ഡലം അധികൃതർ. കഥകളിയെ മോശമാക്കുന്ന തരത്തിൽ തലയിൽ കിരീടം വയ്ക്കുകയും ചുട്ടികുത്തുകയും അർദ്ധനഗ്ന സ്ത്രീകളും ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളും മോഡലായ ചിത്രങ്ങളാണ് സാമൂഹിക ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്.
കഥകളി ആസ്വാദകരും സ്വദേശത്തും വിദേശത്തുമുള്ള കഥകളി കലാകാരന്മാരും ചിത്രങ്ങൾക്കെതിരെ രംഗത്തെത്തി. മഹത്തായ കഥകളി പാരമ്പര്യത്തെ മോശമാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് കഥകളി കലാകാരന്മാരും കലാമണ്ഡലവും രംഗത്തെത്തിയത്. കലാമൂല്യങ്ങൾക്കെതിരായ കടന്നുകയറ്റത്തിനെതിരെ സൈബർ സെല്ലിന് പരാതി നൽകുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആവിഷ്കാര സ്വാതന്ത്ര്യമാകാം, എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു. കഠിനമായ ചിട്ടകളിലൂടെ ഇത്തരം കലാരൂപങ്ങൾ പഠിച്ചെടുക്കുന്നവരെ ഇത്തരം കാഴ്ചകൾ ഏറെ വേദനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ടിവിയിൽ കഥകളി രൂപം വെച്ച് ആഭാസ നൃത്തം ചിത്രീകരിച്ച ഒരു പരസ്യത്തിനെതിരെ കലാമണ്ഡലം രംഗത്ത് വരികയും തുടർന്ന് പരസ്യം പിൻവലിക്കുകയും ചെയ്തിരുന്നു. സമാന രീതിയിൽ 2 വർഷങ്ങൾക്ക് മുൻപ് നാഷണൽ ഗെയിംസിൽ കഥകളിയെ അവഹേളിച്ചുകൊണ്ട് വിവിധ പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിനെതിരെയും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിർത്തിവച്ചിരുന്നു. ഈ സംഭവത്തിലും അസോസിയേഷൻ പരാതി നൽകുമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ലോകം മുഴുവൻ അംഗീകരിച്ച കേരളത്തിന്റെ തനത് കലയായ കഥകളിയെ കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഗ്രാഫറായ ജ്യോതിഷ് ലാലും അദ്ദേഹത്തിന്റെ മോഡലായ സോനിക മീനാക്ഷിയും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കഥകളിയെ മോശമായ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതായി കണ്ടു. കഥകളിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നും അവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷന് വേണ്ടി ആവശ്യപ്പെടുന്നു. TCV ന്യൂസ്, ചെറുതുരുത്തി. കൊടുങ്ങല്ലൂർ അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഫിഷറീസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസും സമരക്കാരും തമ്മിൽ ബലപ്രയോഗം നടന്നു. നിരോധിത പെലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുക, വർദ്ധിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. എറിയാട് ഗാലക്സി ഓഡിറ്റോറിയം പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് അഴീക്കോട് ജെട്ടിയിൽ പോലീസ് തടഞ്ഞു. പോലീസ് വലയം ഭേദിച്ച് സമരക്കാർ ഫിഷറീസ് ഓഫീസിനു മുന്നിലെത്തിയതോടെ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. സംഘർഷം നിയന്ത്രണാതീതമാകുമെന്ന അവസ്ഥയിൽ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. തുടർന്ന് നടന്ന ധർണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി മേഖലാ പ്രസിഡന്റ് KA ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. സമിതി സംസ്ഥാന പ്രസിഡന്റ് PV ജനാർദ്ദനൻ, MC അബ്ദുൾ റാഫിഖ്, PV ജയൻ, EK ബൈജു, KP സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത ചാലക്കുടി കൊരട്ടി മേഖലയിൽ 3 മേൽപ്പാല അടിപ്പാത നിർമ്മാണത്തിൽ ജനങ്ങൾ ആശങ്കയിൽ. സർവീസ് റോഡുകൾ, കാനകൾ എന്നിവയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. അപകടങ്ങളും മരണങ്ങളും ഇല്ലാതാക്കുന്നതിന് ദേശീയപാതയിലെ 5 കിലോമീറ്ററിനിടയിൽ എല്ലാ സിഗ്നൽ ജംഗ്ഷനുകളിലും അടിപ്പാത നിർമ്മിക്കാൻ NHAA തീരുമാനിച്ചതാണ്. കൊരട്ടിയിലെ 3 ഇവയ്ക്ക് കളമൊരുങ്ങിയതുമാണ്. എന്നാൽ അടിപ്പാതകൾ നിർമ്മിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം സർവീസ് റോഡുകളും കാനകളും നിർമ്മിക്കുകയാണ് ദേശീയപാത അധികൃതർ. ഇടയ്ക്ക് മാത്രമായി ഒതുങ്ങുന്ന സർവീസ് റോഡുകൾ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അപൂർണമായ കാനകൾ വെള്ളക്കെട്ട് വർദ്ധിപ്പിക്കുമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിൽ ലൈറ്റ് വെഹിക്കുലാർ അണ്ടർ പാസേജും കൊരട്ടിയിൽ 60 മീറ്റർ നീളത്തിൽ മേൽപ്പാലവും നിർമ്മിക്കാനാണ് തീരുമാനം. കൊരട്ടി ജംഗ്ഷനിൽ നേരത്തെ അടിപ്പാതയുടെ രൂപരേഖ ആയിരുന്നുവെങ്കിലും ജനവികാരത്തെ മാനിച്ച് 3 സ്പാനുകളിലെ മേൽപ്പാലത്തിന് പിന്നീട് അനുമതി നൽകുകയായിരുന്നു. കൊരട്ടിയിൽ കേന്ദ്ര സർക്കാർ അച്ചുകൂടം വരെയാണ് ഇപ്പോൾ സർവീസ് റോഡും ഡ്രൈനേജും നിർമ്മിക്കുന്നത്. ഇത് ലത്തീൻ പള്ളി വരെ നീട്ടണമെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇതിന്റെ എതിർഭാഗത്ത് റെയിൽവേ ഗേറ്റ്, റോഡ് വരെ ബദൽ റോഡും സംവിധാനവും ആവശ്യമാണ്. മുരിങ്ങൂരും ചിറങ്ങര ജംഗ്ഷനും ഇതേ അവസ്ഥയിലാണ്. നിർമ്മാണം അവസാനഘട്ടത്തിലെത്തിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് വന്നുചേരുന്നത് അടിപ്പാതയുടെ സമീപത്താണ്. നേരത്തെ തയ്യാറാക്കിയ ഡിസൈൻ ആയതിനാൽ ഇതിന് ബദൽ സംവിധാനം വേണ്ടിവരും. ഇവിടത്തെ അപാകത പരിഹരിക്കണമെന്ന് ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടുവെന്ന് MLA സനീഷ് കുമാർ ജോസഫും അറിയിച്ചു. TCV ന്യൂസ്, ചാലക്കുടി. ഉരുൾപൊട്ടൽ സാധ്യത പ്രവചിക്കാൻ കേരള സർവകലാശാലയുടെ സ്ലിപ്പ് കെ ആപ്പ്. മണ്ണിന്റെ കനവും പ്രദേശത്തിന്റെ നിരപ്പും കണക്കിലാക്കി എത്ര മഴ പെയ്താൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്ന ആപ്പിന് കേരള സർവകലാശാല രൂപം നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സ്ലിപ്പ് കെ ആപ്പിന്റെ രൂപമാതൃക റിപ്പോർട്ട് സർവകലാശാല അധികൃതർ മന്ത്രിക്ക് സമർപ്പിച്ചു.
നിലവിലെ പ്രകൃതി ദുരന്ത പശ്ചാത്തലത്തിൽ അതീവ ശ്രദ്ധേയമായ സംരംഭമാണ് ഉരുൾപൊട്ടലുകൾ മുൻകൂട്ടി മനസ്സിലാക്കാവുന്ന ഈ ആപ്പെന്ന് മന്ത്രി പറഞ്ഞു. പ്രശസ്ത ഭൌമശാസ്ത്ര ഗവേഷകനും കേരള സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ കെ.എസ്. സജിൻ കുമാറിന്റേതാണ് ഈ നൂതനാശയം. കേരള സർവകലാശാലയിൽ സ്ഥാപിച്ച ട്രാൻസ്ലേഷണൽ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സെന്റർ വഴിയാണ് ആപ്പ് യാഥാർത്ഥ്യമാക്കുക. കോലഴി പാടൂക്കാട് ചാരായ വാറ്റ് കേന്ദ്രത്തിൽ എക്സൈസ് റെയ്ഡ് നടത്തി. വാടക വീട് കേന്ദ്രീകരിച്ച് ചാരായം വാറ്റി വിൽപ്പന നടത്തിയ കല്ലൂർ സ്വദേശി പുത്തൻ വീട്ടിൽ ഷിജോണിനെ കോലഴി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ.വി. നിധിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. വീട്ടിൽ നിന്ന് 3.5 ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളും എക്സൈസ് സംഘം കണ്ടെടുത്തു. ഓണവിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ ചാരായം വാറ്റാൻ പ്രതി ലക്ഷ്യമിട്ടിരുന്നതായി എക്സൈസ് സംഘം പറഞ്ഞു. വീര്യം കൂടാൻ പനം കൽക്കണ്ടം ഉപയോഗിച്ചാണ് പ്രതി ചാരായം വാറ്റിയിരുന്നത്. സിൽവർ ചാരായമെന്നാണ് മാർക്കറ്റിൽ അറിയപ്പെട്ടിരുന്നതെന്നും എക്സൈസ് സംഘം പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ.എം. സജീവ്, സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ സുധീർ കുമാർ, മീര സാഹിബ്, രതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർ കെ. ശരത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അമിത കെ എന്നിവർ റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. മാഹിയിൽ നിന്ന് മദ്യം കൊണ്ടുവന്ന് അനധികൃത വിൽപ്പന നടത്തിവന്നിരുന്നയാളെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വൈക്കം സ്വദേശി പെരുമ്പള്ളിത്തറ വീട്ടിൽ പ്രസന്നകുമാറിനെയാണ് ഗുരുവായൂർ SHO സി. പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ വാടക വീട്ടിൽ അനധികൃതമായി മദ്യം സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് 33 കുപ്പികളിലായി സൂക്ഷിച്ച 16 ലിറ്റർ മദ്യം പിടികൂടിയത്. പച്ചക്കറി വണ്ടിയിലാണ് മാഹിയിൽ നിന്നും മദ്യം വിൽപ്പനയ്ക്കായി വാങ്ങിക്കൊണ്ടുവന്നതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. DCC ഹാളിൽ നടന്ന കൺവെൻഷൻ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സൈബ താജുദ്ദീൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ നിഷ സോമൻ, സുബൈദ മുഹമ്മദ്, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ലാലി ജെയിംസ്, ജിന്നി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ നമുക്ക് ഒരു ഡിവിഷൻ കയറാൻ കഴിയാത്ത മലയുമില്ല, കീഴടക്കാൻ കഴിയാത്ത കീഴടത്തിൽ 3ാം സ്ഥാനത്ത്. ചേറ്റുവ പാലത്തിന് മുകളിൽ ഗുഡ്സ് വാനും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവർ കർണാടക സ്വദേശി മുഹിയുദ്ദീൻ, ഗുഡ്സ് വാൻ ഡ്രൈവർ നടുവന്നൂർ സ്വദേശി ഷെഫീഖ്, വയനാട് സ്വദേശി റോബിൻ, ചാലക്കുടി സ്വദേശി വിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനത്തിന്റെയും മുൻവശം ഭാഗികമായി തകർന്നു. കർണാടക ബെല്ലാരിയിൽ നിന്നും മുളകുമായി മട്ടാഞ്ചേരിയിലേക്ക് വന്നിരുന്ന പിക്കപ്പ് വാനും സ്വകാര്യ കൊറിയർ കമ്പനി സർവീസ് നടത്തുന്ന ഗുഡ്സ് വാനുമാണ് കൂട്ടിയിടിച്ചത്. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവർ മുഹിയുദ്ദീനെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഇയാളുടെ കാലിന് സാരമായ പരിക്കുണ്ട്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പോലീസ് ക്രെയിൻ എത്തിച്ച് വാഹനങ്ങൾ നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള വഴിയോര കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി നഗരസഭാ അധികൃതർ. നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി വഴിയോര കച്ചവടക്കാർ. 6 അടി നീളത്തിലും 6 അടി വീതിയിലും മാത്രമായിരിക്കണം വഴിയോര കച്ചവടങ്ങൾ ഉണ്ടാകേണ്ടതെന്ന നഗരസഭാ അറിയിപ്പിനെതിരെയാണ് കച്ചവടക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വഴിയോര കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വഴിയോര കച്ചവടക്കാർ പറഞ്ഞു. ഞങ്ങളോട് നിർബന്ധമായിട്ട് മുനിസിപ്പാലിറ്റി പറയുന്നതെന്ന് വെച്ചാൽ 6x6 എന്ന തോതിൽ അവിടെ ഒരു അളന്നിട്ടിട്ട് അതിൽ കച്ചവടം ചെയ്യണമെന്നാണ് പറയണത്. പക്ഷേ ആ 6x6 ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ചുരുങ്ങിയത് ഒരു 12x12 വേണം അവിടെ കച്ചവടം ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഒരാൾ വന്ന് നിൽക്കാനോ ഇരിക്കാനോ ഒന്നിനും വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നിനും സ്ഥലം ഉണ്ടാവില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു, ഇത്ര സ്ഥലം ഞങ്ങൾക്ക് പോരാ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ്, ചെയർപേഴ്സൺ പറയുന്നത്, നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ വാടക റൂം എടുത്തിട്ട് അതിൽ പോയി കച്ചവടം ചെയ്തോന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ എല്ലാവർക്കും പ്രതിഷേധമുണ്ട് ഇങ്ങനെ ഈ കച്ചവടം ചെയ്യുന്നത്. അതേസമയം കാൽനട യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നഗരസഭ അനുവദിച്ചതിൽ അധികം സ്ഥലം ഉപയോഗിച്ചതിനാലാണ് നടപടി എടുത്തതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. സർക്കാർ നിർദ്ദേശിച്ച അളവിൽ 13 പേർക്കാണ് ചാവക്കാട് നഗരസഭയിൽ തെരുവ് കച്ചവടത്തിനായി സ്ഥലം അനുവദിച്ചു നൽകിയിട്ടുള്ളത്. എന്നാൽ മിനി സിവിൽ സ്റ്റേഷന്റെ എതിർവശത്തായുള്ള വഴിയോര കച്ചവടക്കാർ കച്ചവടം കൂടുതൽ വിപുലീകരിക്കാൻ അളവിൽ വ്യത്യാസം വരുത്തി കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചതിനാലാണ് നടപടികൾ എടുത്തതെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ
ഷീജ പ്രശാന്ത് പറഞ്ഞു. തെരുവ് കച്ചവട നിയമത്തിൽ അനുശാസിക്കുന്ന വിധത്തിൽ 6/6 എന്ന അളവിലാണ് നമുക്ക് സ്ഥലം കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് മുമ്പ് 2 തവണ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നെങ്കിലും അവർ കച്ചവടം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നീങ്ങി പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കാൽനട യാത്രക്കാർ അതുപോലെ തന്നെ മറ്റ് വണ്ടികൾക്കൊക്കെ പോകാനുള്ള തടസ്സങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 6/6 പകരം അവർക്ക് 12/12 വേണമെന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. പക്ഷെ ഒരു കാരണവശാലും തെരുവ് കച്ചവടം ആ രീതിയിൽ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഇന്നലെ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിന്ന് പോയപ്പോൾ അവരോട് കയർത്ത് സംസാരിക്കുകയും അവരുടെ ആ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകും. വഴിയോര കച്ചവടക്കാർക്ക് സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും തെരുവ് കച്ചവടത്തിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള നിശ്ചിത അളവിനെപ്പറ്റി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും സർക്കാർ ഉത്തരവിനെ മാനിക്കാതെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. TCV ന്യൂസ്, ചാവക്കാട്. 30 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതി ഭേദഗതിക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. വാർഷിക പദ്ധതിയുടെ ഭേദഗതി ആവശ്യപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ, വടക്കാഞ്ചേരി, കുന്നംകുളം, ചാവക്കാട് എന്നീ മുനിസിപ്പാലിറ്റികളുടെയും ചാവക്കാട്, പഴയന്നൂർ, ചാലക്കുടി എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും 23 പഞ്ചായത്തുകളുടെയും വാർഷിക പദ്ധതി ഭേദഗതിക്കാണ് അംഗീകാരം നൽകിയത്. 72 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയുടെ ഭേദഗതിക്ക് ഇതിനകം അംഗീകാരം നൽകിയിരുന്നു. മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയാണ് വാർഷിക പദ്ധതി ഭേദഗതിക്ക് അംഗീകാരം നൽകിയത്. ദ്രവമാലിന്യ സംസ്കരണ പദ്ധതികൾ, മാലിന്യ സംസ്കരണ സംവിധാനം, ഹാപ്പിനെസ് പാർക്ക് എന്നിവയും വിലയിരുത്തിയാണ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ വയനാടിന് കൈത്താങ്ങുമായി ജില്ലയിലെ വജ്രജൂബിലി കലാകാരന്മാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 75,170 രൂപ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ചേർന്ന് തുക ഏറ്റുവാങ്ങി. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന ആസൂത്രണ സമിതി യോഗത്തിൽ ആസൂത്രണ സമിതി ചെയർമാൻ VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TR മായ, ജില്ലാ ആസൂത്രണ ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ, സർക്കാർ നോമിനി ഡോക്ടർ MN സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. അനധികൃത കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ വസ്തുനികുതി ഈടാക്കിയതിനെതിരെയുള്ള ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഇരിങ്ങാലക്കുട നഗരസഭാ യോഗത്തിൽ തീരുമാനം. MCP ഗ്രൂപ്പ് ഉടമ നൽകിയ ഹർജിയെ തുടർന്ന് ഉടമയെ നേരിട്ട് കേൾക്കാൻ നഗരസഭാ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യാൻ നഗരസഭാ യോഗത്തിൽ തീരുമാനിച്ചു. വിഷയത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ യോഗത്തിൽ അറിയിച്ചു. എന്നാൽ അനധികൃത കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ ഹൈക്കോടതി വിധിയെ തുടർന്ന് 2 കോടിയോളം രൂപ MCP ഗ്രൂപ്പ് നഗരസഭയിൽ അടച്ചതാണെന്നും ഇത്രയും പണം തിരിച്ചു നൽകേണ്ടി വന്നാൽ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുമെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ യോഗത്തിൽ അറിയിച്ചു. എന്നാൽ നഗരസഭയ്ക്ക് വരുമാനമൊന്നും നഷ്ടപ്പെടുന്നില്ലെന്നും നടപടിക്രമത്തിൽ വന്ന വീഴ്ച പരിഹരിക്കാനാണ് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും സെക്രട്ടറി വിശദീകരിച്ചു. വാദിക്കും പ്രതിക്കും വേണ്ടി വാദിക്കുന്ന സ്റ്റാൻഡിംഗ് കൌൺസിലിനെ മാറ്റണമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് KR വിജയ ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലായ അഡ്വക്കേറ്റ് KK ചന്ദ്രൻ പിള്ളയുടെ സേവന കാലാവധി പുതുക്കി നൽകേണ്ടതില്ലെന്നും പുതിയ അഭിഭാഷകനെ നിയമിക്കാൻ അപേക്ഷ ക്ഷണിക്കാനും യോഗം തീരുമാനിച്ചു. വയനാട് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാൻ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള ബസ്സുകളാണ് കാരുണ്യയാത്രയുമായി നിരത്തിലിറങ്ങിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് കാരുണ്യയാത്ര സംഘടിപ്പിച്ചത്. യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റിന് പകരം ബക്കറ്റ് പിരിവിലൂടെയാണ് ജീവനക്കാർ പണം സമാഹരിച്ചത്. യാത്രക്കാരിൽ നിന്ന് നിർലോഭമായ സഹകരണമാണ് കാരുണ്യയാത്രയ്ക്ക് ലഭിച്ചത്. കളക്ഷനായി ലഭിക്കുന്ന തുകയിൽ നിന്നും ഇന്ധനത്തിൻ്റെ തുകയും കാരുണ്യയാത്രയിൽ പങ്കെടുക്കുന്ന ബസ്സിലെ ജീവനക്കാരുടെ ശമ്പളവും ഒഴിച്ചുള്ള തുക ബസ് ഉടമസ്ഥരായ മെമ്പർമാർ അസോസിയേഷനിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. ജില്ലയിലെ വിവിധ റൂട്ടുകളിൽ ഓടുന്ന 500ഓളം ബസ്സുകളാണ് കാരുണ്യയാത്രയുമായി റോഡിലിറങ്ങിയത്. 2018 മഹാപ്രളയത്തിലും സമാന രീതിയിൽ കാരുണ്യയാത്ര സംഘടിപ്പിച്ച് 3,19,00,000 രൂപ തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ജില്ലാ ബധിര ചെസ് ചാമ്പ്യൻഷിപ്പ് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു.
ജില്ലാ ബധിര സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 40ഓളം താരങ്ങൾ പങ്കെടുത്തു. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരം നടന്നത്. ജില്ലാ ബധിര സ്പോർട്സ് കൌൺസിൽ ചെയർമാൻ എസ് സന്തോഷ് കുമാർ, ജനറൽ സെക്രട്ടറി കെ എസ് ബിനേഷ് തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി. സമസ്ത കേരള വാരിയർ സമാജം സംസ്ഥാന വനിതാ സംഗമം ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ വേദി പ്രസിഡന്റ് ഗീത ആർ വാരിയർ അധ്യക്ഷയായി. നവതിയിലെത്തിയ ടി അമ്മിണി വാരസ്യരെ ആദരിച്ചു. ഡോക്ടർ പി എസ് ശ്രീരഞ്ജിനി, വാരിയർ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വി മുരളീധര വാരിയർ, സംസ്ഥാന ട്രഷറർ വി വി ഗിരീശൻ, സംസ്ഥാന സെക്രട്ടറി എ സി സുരേഷ്, ജില്ലാ സെക്രട്ടറി വി വി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുവനം ഗ്രാമസഭ ചിറക്കോട് എളങ്ങള്ളൂർ മനയിൽ നടക്കുന്ന അഗ്നിധ്യാനത്തിന്റെയും സോമയാഗത്തിന്റെയും വിളംബര ഘോഷയാത്രയ്ക്ക് തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ സ്വീകരണം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബിജുകുമാർ ഘോഷയാത്രയെ മാലയിട്ട് സ്വീകരിച്ച് തുടർയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വടക്കുംനാഥ ക്ഷേത്ര മാനേജർ കെ ടി സരിത, വടക്കുംനാഥ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ടി ആർ ഹരിഹരൻ, എളങ്ങള്ളൂർ മന തിരുമേനി സദാനന്ദൻ നമ്പൂതിരി തുടങ്ങി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഈ മാസം 18-ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാഗവിളംബര ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി എളങ്ങള്ളൂർ മനയിൽ സമാപിച്ചു. 2025 ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയാണ് ചിറക്കാക്കോട് എളങ്ങള്ളൂർ മനയിൽ ആരൂർ വാസുദേവൻ ഭട്ടതിരിപ്പാട്, വെള്ളാംപറമ്പ് മാധുൻ നമ്പൂതിരി എന്നിവർ യജമാനനായുള്ള അഗ്നിധ്യാനവും സോമയാഗവും നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ വളരെ ഭംഗിയായി നടന്നു വരുന്നതിന്റെ ആദ്യപടി എന്ന രീതിയിലാണ് ഈ വിളംബര ഘോഷയാത്ര വടക്കുനിന്ന്, അതായത് മൂകാംബിക ക്ഷേത്രത്തിൽ ആരംഭിച്ചത്. അടുത്ത ആസ്തി വികസന രേഖയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണത്താൽ തകർന്നു വീണ താൽക്കാലിക പാലം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കാതെ ഇരിങ്ങാലക്കുട നഗരസഭ. കൃഷി നടത്താൻ കർഷകർ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആരംഭിച്ചു. കരുവന്നൂർ പുഴയിൽ നിന്ന് പുത്തൻതോട്ടിലേക്ക് വരുന്ന താമരവളയം കനാലിനു കുറുകെ ഇരിങ്ങാലക്കുട നഗരസഭയിലെ 2-4 ഡിവിഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് വർഷം തോറും താൽക്കാലിക പാലം നഗരസഭ നിർമ്മിച്ചിരുന്നത്. മേഖലയിലെ നിരവധി കർഷകരാണ് ഈ പാലത്തെ ആശ്രയിച്ച് വാഴ, പച്ചക്കറി കൃഷി നടത്തിയിരുന്നത്. നഗരസഭയിലെ പ്രധാന കാർഷിക മേഖലയിൽ പെടുന്ന പ്രദേശമാണ് ഈ സ്ഥലം. എന്നാൽ കർഷകർക്കായി വർഷം തോറും കെട്ടാറുള്ള കിഴക്കേ പുഞ്ചപ്പാടം താൽക്കാലിക പാലമാണ് പുനർനിർമ്മിക്കാതെ കിടക്കുന്നത്. പൊറത്തിശ്ശേരി പഞ്ചായത്തായിരുന്ന കാലം മുതലേ ഈ പാലം നിർമ്മിച്ചു വരുന്നതാണ്. 2022-ലാണ് പാലം അവസാനമായി കെട്ടിയതെന്ന് കർഷകർ പറഞ്ഞു. 2023 ജൂലൈയിലുണ്ടായ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മുളകൊണ്ട് നിർമ്മിച്ചിരുന്ന പാലം തകർന്നു പോകുകയായിരുന്നു. ഇതോടെ ഇരുകരയിലും വളവും മറ്റ് കൃഷി ഉപകരണങ്ങളും ഇരുഭാഗത്തേക്കും കൊണ്ടുപോകേണ്ട കർഷകർ വഞ്ചിയും മറ്റു വഴികളെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. തെങ്ങും പച്ചക്കറിക്ക് എല്ലാം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഒരു മരുഭൂമി പോലെ ആക്കിയത്. അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഉപജീവന മാർഗം മുഴുവൻ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പറമ്പിലേക്ക് കടക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി അതിൽ വരില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൃഷിക്കാർ ഏറ്റെടുത്ത് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാൻ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതിലൊരു അനുമതി കിട്ടണം ഞങ്ങൾക്ക്. പുതിയ നിയമമനുസരിച്ച് നഗരസഭയുടെ ആസ്തി അല്ലാത്ത സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കാൻ സാധിക്കില്ലെന്ന കാരണം പറഞ്ഞാണ് നഗരസഭ താൽക്കാലിക പാലം നിർമ്മിക്കാത്തത്. പാലം ഉണ്ടാക്കിയാൽ മാത്രമേ കർഷകർക്ക് കൃഷി ആവശ്യത്തിനായി സഞ്ചരിക്കാൻ കഴിയൂ. കർഷകരുടെയും കൗൺസിലറുടെയും ആവശ്യപ്രകാരം പൊറത്തിശ്ശേരി കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ച് പാലം നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടിരുന്നു. എന്നാൽ പാലം നിർമ്മിക്കാനുള്ള നടപടി ആയിട്ടില്ല. വർഷം തോറുമുള്ള താൽക്കാലിക സംവിധാനം മാറ്റി സ്ഥിരമായി പാലം നിർമ്മിക്കാൻ നഗരസഭ തയ്യാറാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. മുൻകാലങ്ങളിൽ താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നെങ്കിലും ഇറിഗേഷന്റെ കീഴിലുള്ള തോടിനു മുകളിൽ നഗരസഭ പാലം നിർമ്മിക്കുന്നത് ക്രമവിരുദ്ധമാണെന്നാണ് പറയുന്നത്. അതേസമയം പാലം നിർമ്മാണത്തിൽ അനിശ്ചിതത്വം നേരിടുന്നതിനിടയിൽ കർഷകർ തന്നെ പണമെടുത്ത് താൽക്കാലിക പാലം നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്ഥിരമായ നടപ്പാലം നിർമ്മിക്കാൻ ശ്രമിക്കുമെന്ന് വാർഡ് കൗൺസിലർ അൽഫോൻസ തോമസ് പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു ഫണ്ട് കൊടുക്കണമെങ്കിൽ അതിൽ മുനിസിപ്പാലിറ്റിയുടെ ആസ്തി ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നടന്നു പോകാവുന്ന അങ്ങനെ ഒരു താൽക്കാലിക പാലം അല്ലാതെ ഒരു സ്ഥിരപ്പാലം കെട്ടുന്നതിന് ആ പാലത്തിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവുമുള്ള സ്വത്തിൻ്റെ അവകാശികൾ നമുക്ക് ആ സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് വിട്ടുതരാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിലൂടെയാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത്. ആ ഫണ്ട് നമുക്ക് നോക്കിയിട്ട് അത് പാസ്സാവുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിൽ ചേർത്തുകൊണ്ട് സ്ഥിരമായിട്ടൊരു പാലം ചെയ്യിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പാലം നിർമ്മിക്കാൻ ആവശ്യമുള്ള സ്ഥലം നൽകാൻ ഇരുകരകളിലുമുള്ളവർ തയ്യാറായിട്ടുണ്ടെന്നും പ്രശ്നം
സ്ഥലം MLA കൂടിയായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും കൗൺസിലർ പറഞ്ഞു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തൃശൂർ വിമല കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിസ്മയം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനം ശ്രദ്ധേയമായി. വിമല കോളേജിലെ സയൻസ് ആർട്സ് വിഭാഗങ്ങളിൽ നിന്നായി 8 ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ISRO മുൻ ശാസ്ത്രജ്ഞയും വിമല കോളേജ് പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ഡോക്ടർ ഗീത രാംകുമാർ, പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് എന്നിവർ ചേർന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ബോട്ടണി വിഭാഗം ഒരുക്കിയ ബോട്ടണി ഫെസ്റ്റ്, ജന്തുശാസ്ത്ര വിഭാഗം ഒരുക്കിയ ജൈവ വൈവിധ്യങ്ങളുടെ പ്രദർശനം, ഹോം സയൻസ് വിഭാഗം ഒരുക്കിയ പരമ്പരാഗത ആധുനിക വസ്ത്രചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രദർശനം, കെമിസ്ട്രി വിഭാഗം ഒരുക്കിയ മാജിക് ഓഫ് കെമിസ്ട്രി, ഫിസിക്സ് വിഭാഗത്തിന്റെ കുട്ടികൾക്ക് പരീക്ഷണം നടത്താനുള്ള പഠന പ്രവർത്തനങ്ങളുടെയും വർക്കിംഗ് മാതൃകകളുടെയും പ്രദർശനം, ഗണിത വിഭാഗം ഒരുക്കിയ ജ്യാമിതീയ നിർമ്മിതികൾ ഉൾപ്പെടെയുള്ള വിജ്ഞാന കൌതുകങ്ങൾ, കമ്പ്യൂട്ടർ വിഭാഗം ഒരുക്കിയ ഓഗ്മെന്റ് റിയാലിറ്റി, ഇന്റർനെറ്റിലെ പുതിയ സാങ്കേതിക വിദ്യകൾ, ഗെയിമുകൾ തുടങ്ങിയവ ആകർഷകമായി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികൾ പ്രദർശനം കാണാനെത്തിയിരുന്നു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ശോഭയാത്രയുടെ പതാക ദിനം ആചരിച്ചു. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം അധ്യക്ഷ ഡോക്ടർ ലത രാജ പതാക ഉയർത്തി. ബാലഗോകുലം മഹാനഗർ അധ്യക്ഷൻ VN ഹരി, ജനറൽ കൺവീനർ CK മധു, PU ഗോപി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും 100ാം ഗവേഷണ പ്രബന്ധം പൂർത്തിയായതിനെ തുടർന്ന് പ്രബന്ധാവതരണവും ആദ്യകാല പ്രബന്ധാവതാരകരെ ആദരിക്കലും നടന്നു. സെന്റ് തോമസ് കോളേജിന് ആദ്യ പ്രബന്ധം സമ്മാനിച്ച സുവോളജി വിഭാഗം അധ്യാപകനായ ഡോക്ടർ തോബിയാസ് P മാളിയേക്കലിനെയും ഡോക്ടർ തോബിയാസ് P മാളിയേക്കലിന്റെ ശിഷ്യനും മഹാത്മാഗാന്ധി സർവകലാശാല ഗവേഷകനുമായ ഡോക്ടർ AP തോമസിനെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. 100ാം പ്രബന്ധത്തിന്റെ ഗവേഷക വിദ്യാർത്ഥിനി പാർവതി പ്രബന്ധം അവതരിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ KA മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർമാർ ടോണി നീലങ്കാവിൽ, കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണങ്ങാടൻ, റിസർച്ച് ഡീൻ ഡോക്ടർ ജോയ്സ് ജോസ്, സയൻസ് ഡീൻ പ്രൊഫസർ ഡോക്ടർ CF ബിനോയ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. To mark the significant milestone, 100th doctoral thesis of STC. മുല്ലശ്ശേരി മുളഞ്ചേരി കുളത്തിന് സമീപം തെങ്ങ് വീണ് സ്കൂട്ടർ തകർന്നു. പഞ്ചായത്ത് മെമ്പർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മുല്ലശ്ശേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുന്നത്തുള്ളി ദിൽന ധനേഷിന്റെ സ്കൂട്ടറാണ് തകർന്നത്. പുറത്തുപോയി വന്ന ദിൽന സ്കൂട്ടർ പാർക്ക് ചെയ്ത് ഇറങ്ങിയ ഉടനെ തെങ്ങ് മറിഞ്ഞു വീഴുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ഭാഗവത സപ്താഹം ആരംഭിച്ചു. അഷ്ടമിരോഹിണി നാളിൽ ശ്രീകൃഷ്ണ അവതാരം വരുന്ന രീതിയിലാണ് സപ്താഹം ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ യജ്ഞാചാര്യന്മാരെ ആചാര്യവരണം നടത്തി. തുടർന്ന് മാഹാത്മ്യ പാരായണം നടന്നു. ദിവസവും രാവിലെ 6 മണി മുതൽ പാരായണവും രാവിലെ 11-നും ഉച്ചതിരിഞ്ഞ് 2:45-നും പ്രഭാഷണവും ഉണ്ടാകും. അഷ്ടമി രോഹിണി ദിവസമായ തിങ്കളാഴ്ച രാത്രി ശ്രീകൃഷ്ണ അവതാരം പാരായണം ചെയ്യും. 29-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് സപ്താഹ യജ്ഞ സമർപ്പണം നടക്കും. ആളൂർ പൊരുന്നക്കുന്നിൽ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിന് കുത്തേറ്റു. പൊരുന്നംകുന്ന് ആലപ്പുറം ശ്രീകാന്തിനാണ് കുത്തേറ്റത്. കൈത്തണ്ടയിൽ കുത്തേറ്റ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. വിഷ്ണു എന്നയാളാണ് കുത്തിയതെന്നും ഇയാളെ പിടികൂടാനായി ഊർജിതമായ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചു. 15 വർഷം ചെത്തുതൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ക്ഷേമനിധി അംഗത്തിന് മാനുഷിക പരിഗണനയുടെ പേരിൽ പെൻഷൻ അനുവദിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കേരള ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ചീഫ് വെൽഫെയർ ഇൻസ്പെക്ടർക്കാണ് കമ്മീഷൻ അംഗം VK ബീനാകുമാരി നിർദ്ദേശം നൽകിയത്. ചാലക്കുടി പോട്ട സ്വദേശി RV ഉണ്ണികൃഷ്ണനാണ് പെൻഷൻ നൽകാൻ ഉത്തരവായത്. ഇരിങ്ങാലക്കുട റേഞ്ചിലെ TS നമ്പർ 205 ആളൂർ ഷാപ്പിലെ ചെത്തുതൊഴിലാളിയായിരുന്ന പരാതിക്കാരൻ 2010-ൽ പരാതിക്കാരന് തെങ്ങിൽ നിന്ന് വീണ് അപകടം പറ്റിയിരുന്നു. ഇതിനുശേഷം കെട്ടിട നിർമ്മാണ ജോലിയിൽ ഹെൽപ്പറായി പോയി. ഒരേ സമയം 2 ക്ഷേമനിധിയിൽ അംഗത്വമുള്ളവർക്ക് പെൻഷൻ അനുവദിക്കാൻ കഴിയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു.
കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗത്വം പരാതിക്കാരൻ റദ്ദാക്കിയതിനെ തുടർന്ന് കള്ളുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ നൽകാനുള്ള അപേക്ഷ ബോർഡ് യോഗത്തിൽ പരിഗണിക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കി. കൊടുങ്ങല്ലൂരിൽ കൂറ്റൻ മരം റോഡിലേക്ക് ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിൽ പുല്ലൂറ്റ് പന്തലാലുക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് കണ്ടെയ്നർ ലോറിയുടെ മുകൾ ഭാഗം ഇടിച്ച് കൂറ്റൻ ചേരുമരത്തിന്റെ കൊമ്പ് റോഡിലേക്ക് വീണത്. അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരുടെ സഹായത്തോടെ 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53440 രൂപ, വെള്ളി ഗ്രാമിന് 92 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3252 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കര മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. ഇടത് സർക്കാരിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കും ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും ഫ്രാൻസിസ് ജോർജ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ നാടക കലാകാരൻ ജോസ് പായമ്മലിന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സംസ്കാരം പോലീസ് ബഹുമതികളോടെ നടന്നു. ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം കയ്പമംഗലത്ത് അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായത്. കയ്പമംഗലം സ്വദേശിയിൽ നിന്ന് 46 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. കഥകളി വേഷത്തെ മോശമായ ചിത്രങ്ങളിലൂടെ ഓൺലൈനിൽ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കലാമണ്ഡലവും കലാകാരന്മാരും രംഗത്ത്. കുറ്റക്കാർക്കെതിരെ സൈബർ സെല്ലിനെ സമീപിക്കാനൊരുങ്ങി കലാമണ്ഡലം. അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഫിഷറീസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസും സമരക്കാരും തമ്മിൽ ബലപ്രയോഗം നടന്നു. ദേശീയപാത ചാലക്കുടി കൊരട്ടി മേഖലയിൽ അടിപ്പാത നിർമ്മാണത്തിൽ ജനങ്ങൾക്ക് ആശങ്ക. സർവീസ് റോഡുകളുടെയും കാനകളുടെയും അശാസ്ത്രീയ നിർമ്മാണമാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.